ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കാലത്ത് കൊലപാതകവും മോഷണവും തട്ടിക്കൊണ്ടുപോകലും ഉൾപ്പെടെ അനവധി കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു ക്രൂരനായ മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ ജീവിതം പാപവും ഭീതിയും നിറഞ്ഞ ഒന്നായിരുന്നു. എന്നാൽ കാലക്രമേണ അവൻ്റെ മനസ്സിൽ ഒരു വലിയ കുറ്റബോധം വളർന്നു തുടങ്ങി. താൻ ചെയ്തു കൂട്ടുന്നതെല്ലാം തെറ്റാണെന്നും ഇനി താൻ ഇങ്ങനെ ജീവിക്കാനില്ലെന്നും അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ തൻ്റെ പഴയ പാപഭംഗിലമായ ജീവിതം ഉപേക്ഷിച്ച് സന്യാസ ജീവിതം സ്വീകരിക്കുവാനും ബുദ്ധൻ്റെ ശിഷ്യനാകുവാനും അവൻ തീരുമാനിച്ചു. പക്ഷേ താൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ അറിഞ്ഞാൽ ബുദ്ധൻ്റെ ശിഷ്യന്മാർ ഒരിക്കലും തന്നെ ആശ്രമത്തിലേക്ക് കടത്തിവിടില്ലെന്നറിഞ്ഞ അയാൾ വേഷം മാറി ആശ്രമത്തിലെത്തി. പക്ഷെ ബുദ്ധൻ്റെ ശിഷ്യന്മാർ അയാൾ തിരിച്ചറിഞ്ഞു. ഇവൻ കൊടും കുറ്റവാളിയാണെന്ന് പറഞ്ഞ് അവനെ പിടികൂടി. അയാളുടെ ആഗ്രഹമൊക്കെ അറിഞ്ഞ് ശിഷ്യന്മാർ അയാളെ പ്രധാന ശിഷ്യനായ ഹരിപുത്രന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഹരിപുത്രൻ വളരെ വലിയ ജ്യോതിഷിയും മനുഷ്യരുടെ മുൻകാല ജീവിതം മനസ്സിലാക്കാൻ കഴിവുള്ളവനുമായിരുന്നു. അയാളുടെ മുൻകാല ജീവിതം നന്നായി മനസ്സിലാക്കിയ ഹരിപുത്രൻ പറഞ്ഞു, ആയിരക്കണക്കിന് ആളുകളെ ഉപദ്രവിച്ച് അനേകരുടെ ശാപം ഏറ്റുവാങ്ങിയ ആളാണ് ഇയാൾ. അതുകൊണ്ട് ഒരിക്കലും ഇയാൾക്കൊരു സന്യാസിയായി ജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെ അയാളെ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കി. ആകെ നിരാശനായ അയാൾ തൻ്റെ ജീവിതത്തെ ശപിച്ച് നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് നദിക്കരയിലെത്തി. അപ്പോഴാണ് അടുത്ത ഗ്രാമത്തിൽ പോയിരുന്ന ശ്രീബുദ്ധൻ തിരിച്ചു വരുന്നത്. വെള്ളത്തിൽ ചാടാൻ നിൽക്കുന്ന അയാളെ കണ്ടപ്പോൾ ബുദ്ധൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്നിട്ട് അയാളെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇത് കണ്ട് മറ്റു ശിഷ്യന്മാർ ആശയക്കുഴപ്പത്തിലായി. ബുദ്ധൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചാണ് ആകുലപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല. ജീവിതത്തിലെ മാറ്റത്തെക്കുറിച്ച് തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അത് ആർക്കും സാധ്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ വാക്കുകൾ ഓർത്തിരിക്കണമെന്ന് തോന്നുന്നു. കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെയും കുറവുകളെയും ഓർത്ത് നിരാശയോടെ ജീവിതം നയിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട്. എത്ര വലിയ തെറ്റുകാരനും മാറാനുള്ള അവസരവും സാഹചര്യങ്ങളും കിട്ടാറുമുണ്ട്. പക്ഷെ തീവ്രമായ ആഗ്രഹവും പരിശ്രമവും അതിനാവശ്യമാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും നടക്കില്ല എന്നൊക്കെ ചിന്തിച്ചാൽ ആർക്കും കഴിഞ്ഞകാല ജീവിതം ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ക്രിസ്തുവിനെ കാണാൻ അത്തിമരത്തിൽ കയറിയിരുന്ന സക്കായിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പഴയ ജീവിതമെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തു ശിഷ്യനായി മാറാൻ സക്കായിക്ക് സാധിച്ചു. മാറ്റം അത് നമുക്കും സാധ്യമാണ്. നോക്കേണ്ടത് മുന്നിലേക്കാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ കുറവുകളെയും പാപങ്ങളെയും ഓർത്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. പാപങ്ങളെയും തെറ്റുകളെയും ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചാൽ പിന്നീട് ഒരിക്കലും അവയിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഭാവിയെ മുൻനിർത്തി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കണം. കഴിഞ്ഞകാല പാപങ്ങൾ ഒരിക്കലും ഓർക്കാതിരിക്കുന്ന ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ നമുക്കും തീർച്ചയായും ഈ മാറ്റം നമ്മുടെ ജീവിതത്തെ കണ്ടെത്താനാകും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യനായി ജനിക്കൂ. ഈ ലോകത്തിൻ മോഹത്തിൽ നിന്നും വിടുതലെനിക്കു നൽകണമേ. ജീവിക്കും ബലിയാകണമേ. അങ്ങേക്ക് പ്രീതിയുള്ളവനാക്കേണമേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ.